ജില്ലാ കളക്ടറും ഇപ്പോൾ ഹൗസിംഗ് കമ്മീഷണറും കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ സെക്രട്ടറി. കേരളത്തിൽ നമ്മൾ പൊതുവിൽ പറയുമ്പോൾ ഏറ്റവും വടക്കേ അറ്റത്ത് കിടക്കുന്ന ജില്ലയായ കാസർഗോഡ് ജില്ല കേരളത്തിൻ്റെ ഒരു ഭരണ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സർക്കാർ കാര്യം മുറ പോലെ എന്നും സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയുന്നത് താമസം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാര്യങ്ങൾ വരുന്ന അവസരത്തിലാണ് ജനങ്ങൾ ഇങ്ങനൊരു വാക്ക് പറയാറ് പതിവ്. അങ്ങനൊരു മുറ പോലെയുള്ള കാര്യമായി ഈ ഭവന പദ്ധതി അല്ലെങ്കിൽ ഈ ക്വാർട്ടേഴ്സിൻ്റെ പണി മാറാൻ പാടില്ല എന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു ശാഠ്യവും ഉണ്ട്. 15 മാസക്കാലം കൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനേക്കാൾ മുമ്പേ പണി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതിലാണ് ഞങ്ങൾ നോക്കുന്നത്. 15 മാസം മുമ്പേ ഇവിടെ സർക്കാർ ഭൂമിയിൽ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി കാസർഗോഡ് ജില്ലയിൽ 2016-17 സാമ്പത്തിക വർഷത്തെ സർക്കാർ ബഡ്ജറ്റിൽ 24 ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള 500 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. ജീവനക്കാർ നമുക്ക് ആവശ്യമായ നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ലഭിക്കുന്നില്ല. കാരണം പഴയ കാലത്ത് തീരെ പ്രൈമറി സ്കൂൾ അധ്യാപകർ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലും മറ്റ് ജില്ലകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമാണ് വന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് അധ്യാപകരുടെ അതുപോലെ സർക്കാർ ജീവനക്കാരിൽ തന്നെ ഏതാണ്ട് LD ക്ലർക്ക് അതുപോലുള്ള ഒരു സാമാന്യം ചിലപ്പോൾ തഹസിൽദാർമാർ വരെയുള്ളവരും കാണും. ഡെപ്യൂട്ടി കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ വരാനുള്ള സാഹചര്യം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ജില്ലയ്ക്ക് ആവശ്യമായ അത്രയും ആളുകളെ നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി അഥവാ ഒരു ജില്ലയ്ക്ക് ആവശ്യമായ ആളുകൾ അത്രയും ഉണ്ടെങ്കിലും വിവിധങ്ങളായ കാരണങ്ങളാൽ അവരിൽ പലരും പലയിടങ്ങളിലും ജോലി എടുക്കേണ്ടി വരുന്ന സാഹചര്യമാകുമ്പോൾ തീർച്ചയായും മറ്റ് ജില്ലകളിൽ ഇതര ജില്ല തൊട്ടടുത്ത ജില്ലകളിൽ നിന്നോ മറ്റ് ജില്ലകളിൽ നിന്നോ നിങ്ങൾക്കെല്ലാം അറിയാം, പ്രമോഷനെ തുടർന്നൊക്കെ എല്ലാവരും എല്ലായിടത്തും പോകാൻ ബാധ്യതപ്പെട്ടതുകൊണ്ട് സ്റ്റേറ്റ് കാർഡിലേക്ക് നിന്നും എല്ലാവരെയും മാറ്റേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് താമസിക്കാൻ ഇടമുണ്ടാകുന്നില്ല, സൗകര്യമുണ്ടാകുന്നില്ല. ഉണ്ടായാലും നിൽക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. നിലവിലുള്ള കലക്ടറും പഴയ കലക്ടറും കേൾക്കുന്നതല്ലാണ്. താമസിക്കാൻ ഇടമുണ്ടായാലും ഇവിടെ നിൽക്കുമോ എന്നത് വേറെ കാര്യം. എന്നാൽ അതില്ലാതെ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് സത്യമാണ്. ഉദ്ഘാടകനും അധ്യക്ഷനും സാറൊക്കെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു.